മദീനയിലെ പ്രവാചക പള്ളിയിൽ ഇഫ്താർ വിരുന്നു വിതരണ പെർമിറ്റുകൾക്കുള്ള അപേക്ഷകൾ ഞായറാഴ്ച മുതൽ സ്വീകരിച്ചു തുടങ്ങും. ഇഹ്സാൻ നുസുഖ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് വ്യക്തികൾക്കും സൗദി സംഘടനകൾക്കും അനുമതി നൽകുക. ഫെബ്രുവരി 2ാം വാരം അവസാനത്തിലോ 3ാം വാരം ആദ്യത്തിലോ റംസാൻ ചന്ദ്രക്കല ദൃശ്യമാകുന്നത് അടിസ്ഥാനമാക്കിയാണ് വ്രതാനുഷ്ഠാന മാസം ആരംഭിക്കുക. വിശുദ്ധ റമദാൻ മാസത്തിൽ പ്രവാചക പള്ളിയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നതിനുള്ള പെർമിറ്റുകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള തീയതികൾ ഹറം ജനറൽ അതോറിറ്റി പ്രഖ്യാപിച്ചു. നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ചാരിറ്റബിൾ വർക്ക്, നുസൂഖ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് വ്യക്തികൾക്കും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സൗദി സംഘടനകൾക്കും അനുമതി നൽകുക. വ്യക്തികളിൽ നിന്ന് അപേക്ഷകൾ ജനുവരി 25 ഞായറാഴ്ച ആരംഭിച്ച് 2 ദിവസത്തേക്ക് തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു. സംഘടനകളിൽ നിന്നുള്ള അപേക്ഷകൾ ജനുവരി 28 ബുധനാഴ്ച ആരംഭിച്ച് 3 ദിവസത്തേക്ക് തുടരും. നിബന്ധനകളും വ്യവസ്ഥകളും സേവന ആവശ്യകതകളും അവലോകനം ചെയ്യാൻ അപേക്ഷകർക്ക് നിർദ്ദേശമുണ്ട്. കമ്പനി നിർണയിക്കുന്ന ഭക്ഷണത്തിന്റെ വില, പ്രവാചക പള്ളിയിലെ ഇഫ്താർ വിരുന്നിന്റെ സ്ഥലം, ആവശ്യമായ ഫീസുകളുടെയും രേഖകളുടെയും പേയ്മെന്റ് പൂർത്തിയാക്കൽ എന്നിവ നിർദ്ദിഷ്ട ലിങ്ക് വഴി പൂർത്തിയാക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മദീന.